ഹലോ അസ്സാം വലൈക്കും നമസ്കാരം വെൽക്കം ബാക്ക് ഐഷസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നും ഒരു വ്ളോഗുമായിട്ടാണ് വന്നിട്ടുള്ളത്. ഇന്നത്തെ വ്ളോഗിൽ സ്പെഷ്യലായിട്ട് ഒരു സ്വീറ്റ് റെസിപ്പി ഷെയർ ചെയ്യുന്നുണ്ട്. വെറും 3 ചേരുവകൾ വെച്ചിട്ടുള്ള നല്ലൊരു സ്വീറ്റാണ്. പിന്നെ പതിവ് പോലെ എല്ലാവരുടെയും വീക്കെൻഡ് ബോറിംഗ് ആയിട്ടുണ്ടാവും എന്നുള്ളത് അറിയാം. കാരണം എല്ലാവരും വീട്ടിൽ തന്നെ ഇരിക്കുകയായിരിക്കും. എന്നാലും സേഫായിട്ട് തന്നെ വീട്ടിൽ തന്നെ എല്ലാവരും ഇരിക്കുക. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കാനും മറക്കരുത്. പിന്നെ നമ്മുടെ ഐഷാസ് കിച്ചൺ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അവിടെ കാണുന്ന റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക. അതിൻ്റെ കൂടെ ചെറിയൊരു ബെല്ലൈക്കൺ ഉണ്ട്, അതുകൂടെ ഒന്ന് പ്രസ് ചെയ്യാം. അപ്പോൾ ദാ ഇതുപോലെ കാണാം. ഇതിൽ ഓൾ വേണം പ്രസ് ചെയ്യാൻ, എന്നാലും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് കിട്ടുള്ളൂ. അപ്പോൾ ശരി, നമുക്ക് ഇന്നത്തെ വ്ളോഗിലേക്ക് പോവാം. അപ്പോൾ വീക്കെൻഡ്സിലൊക്കെ നമ്മളിങ്ങനെ രാവിലെ എണീക്കുന്ന സമയത്ത് ഇതുപോലെ ചെറിയൊരു മഴച്ചാറിലൊക്കെ ഉണ്ടാകുമ്പം എന്താ പറയുക, നമുക്ക് മനസ്സിനൊരു ആശ്വാസമാണ്. അപ്പം ഇന്ന് രാവിലെ എണീറ്റപ്പോൾ തന്നെ നല്ലൊരു കാലാവസ്ഥയായിരുന്നു. അപ്പോൾ എന്താ പറയുക, ഇന്ന് ദോശമാവ് ബാക്കിയുണ്ടായിരുന്നു. അപ്പോൾ അത് വെച്ചിട്ട് ഗീ റോസ്റ്റ് ഉണ്ടാക്കാമെന്നാണ് വിചാരിക്കുന്നത്. പിന്നെ ഇപ്പോഴത്തെ നമ്മുടെ എല്ലാവരുടെയും അവസ്ഥ എന്ന് പറഞ്ഞത് വീട്ടിലിങ്ങനെ ബോറടിച്ചിരിക്കുക എന്ന് തന്നെ ആയിരിക്കും. എന്തെങ്കിലും ഉള്ളത് ഭക്ഷണം ഉണ്ടാക്കിയിട്ട് കഴിക്കുക, പുറത്തൊന്നും കഴിക്കാൻ പറ്റില്ല, പുറത്ത് പോകാൻ പറ്റില്ല, അങ്ങനത്തെ ഒരു അവസ്ഥയായിരിക്കും. എന്നാലും കുഴപ്പമില്ല, നമ്മൾ വീട്ടിൽ സേഫായിട്ടിരിക്കുക എന്നാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ആണ് ഞാനൊരു സ്നാക്ക് ഉണ്ടാക്കാനുള്ള പ്ലാൻ. അപ്പോൾ ചെറുതായിട്ട് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്നുള്ളൂ. ഇതിലേക്ക് സൈഡ് ഡിഷായിട്ട് ഞാൻ ഒരു ടൊമാറ്റോ ചട്നി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല. മെയിനായിട്ട് നമുക്കിപ്പോൾ ഇവിടെ ഇതാക്കാനുള്ളത് നമ്മുടെ സ്വീറ്റാണ്. അപ്പോൾ അതുകൊണ്ട് ചട്നീൻ്റെ റെസിപ്പിക്ക് ഞാൻ മുമ്പ് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു, ടൊമാറ്റോ ചട്നീൻ്റെ റെസിപ്പി. അപ്പോൾ അതുതന്നെയാണത്. അതുപോലെ കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പോൾ എത്ര മാസമായെന്നൊക്കെ. ഇപ്പം 6 മാസം കഴിഞ്ഞു. ഇപ്പോൾ ഒട്ടും വയ്യാത്തൊരവസ്ഥയാണ്. പക്ഷെ എന്താ ചെയ്യുക, നമുക്ക് പുറത്തുനിന്ന് ഫുഡ് കൊണ്ടുവരാനും വയ്യ, വീട്ടിലുണ്ടാക്കാനും വയ്യാത്തൊരവസ്ഥയാണ്. തട്ടിമുട്ടിയിട്ടൊക്കെ ഇങ്ങനെ വീഡിയോസ് എടുക്കുന്നു, ഭക്ഷണം ഉണ്ടാക്കുന്നു, അത്രയേ ഉള്ളൂ. അപ്പോൾ അതാ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച ശേഷം ഞാൻ പറഞ്ഞല്ലോ നല്ലൊരു സ്വീറ്റ് റെസിപ്പി ഷെയർ ചെയ്യാനുണ്ടെന്ന്. അപ്പോൾ ആ ഒരു സ്വീറ്റാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഇത് സ്വീറ്റായിട്ടും ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടൊക്കെ ഉണ്ടാക്കാം കേട്ടോ. വളരെ സിമ്പിളാണ്. വെറും 3 ചേരുവകളുള്ളൂ. അപ്പോൾ ആദ്യം ഒരു പാന് ചൂടാക്കിയിട്ട് അതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ട് നെയ്യോ ബട്ടറോ ചേർത്ത് കൊടുക്കുക കേട്ടോ. അതുപോലെ എന്നിട്ട് അതിലേക്ക് 1 കപ്പ് നല്ല നേരിയ സേമിയ എടുക്കുക. അപ്പോൾ ഇത് 1 കപ്പിലും കുറച്ചുകൂടെ കൂടുതലുണ്ട്. അപ്പോൾ സേമിയ ഒന്ന് വറുത്തെടുക്കാനാണ്. അപ്പോൾ ചെറിയ ഫ്ലെയിമിലിട്ടിട്ട് ഒരു 2 മിനിറ്റ് നന്നായിട്ട് വറുത്തെടുക്കുക. ആ ഒരു സേമിയയിൽ നന്നായിട്ട് നെയ്യൊക്കെ കോട്ട് ചെയ്ത് വരുന്ന രീതിയിൽ വേണം വറുത്തെടുക്കാൻ. അപ്പോൾ 2 മിനിറ്റ് നന്നായിട്ട് വറുത്തെടുത്തിട്ടുണ്ട്. നെയ്യൊക്കെ നന്നായിട്ട് കോട്ട് ചെയ്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കതൊരു ബൗളിലേക്ക് മാറ്റാം. അപ്പോൾ അതാ 1 കപ്പ് സേമിയ വറുത്തെടുത്തതാണ്. നല്ല തിന്നായിട്ടുള്ള സേമിയനെ എടുക്കുക. ഇനി നമുക്ക് വലിയൊരു ബൗളെടുത്തിട്ട് അതിലേക്കൊരു 3 വലിയ മുട്ട എടുക്കുക. നമ്മൾ ബ്രെഡ് ടോസ്റ്റൊക്കെ ഉണ്ടാക്കുമല്ലോ, അപ്പോൾ അതിന് പകരമായിട്ടാണ്. അപ്പം റോസ് എന്തായാലും ബ്രെഡ് ടോസ്റ്റ് വേണമെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇത് ഉണ്ടാക്കുന്നത് കേട്ടോ, രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് കൊടുക്കാന്നുള്ള രീതിയിൽ. അപ്പോൾ 3 മുട്ട എടുത്തിട്ടുണ്ട്. അതിലേക്കൊരു നുള്ളു ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്, ടേസ്റ്റ് ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതുപോലെ ഒരു 5 ടേബിൾ സ്പൂൺ നിറയെ പഞ്ചസാര ചേർക്കുന്നുണ്ട്. നമ്മൾ ബ്രെഡ് ടോസ്റ്റൊക്കെ ഉണ്ടാക്കുമ്പം മുട്ടയിലേക്ക് എത്ര പഞ്ചസാരയാണോ ചേർക്കുന്നത് ആ ഒരു രീതിയിനേക്കാളും കുറച്ചുകൂടെ കൂടുതൽ പഞ്ചസാര ചേർക്കണം. കാരണം നമ്മളിതിലേക്ക് ചീസൊക്കെ ചേർക്കുന്നുണ്ട് കേട്ടോ. അതായത് ഒരു കുനാഫയുടെ ഒരു ടേസ്റ്റ് വരാനുള്ളൊരു രീതിയിലാണ് നമ്മളിത് ഉണ്ടാക്കുന്നത്. അപ്പോൾ മുട്ട നന്നായിട്ട് പതപ്പിച്ചെടുക്കണം. എന്നിട്ട് വിസ്ക് ഉപയോഗിച്ചിട്ട് തന്നെ പതപ്പിച്ചെടുക്കുക. എന്നിട്ട് അതിലേക്ക് നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിട്ടുള്ള ഈ സേമിയ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ബാറ്റർ അവിടെ ഇരിക്കട്ടെ. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് മൊസറല്ല ചീസാണ്. എന്നാലേ നമുക്ക് ആ ഒരു കുനാഫയുടെ ഒരു ടെക്സ്ചർ കിട്ടുള്ളൂ. അപ്പോൾ അത് ആവശ്യത്തിന് എടുക്കുക കേട്ടോ. അപ്പോൾ അതാ മൊസറല്ല ചീസ് ഞാൻ ആവശ്യത്തിന് എടുത്തിട്ടുണ്ട്. ഇനി ഇതുപോലെ ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാന് ചൂടാക്കിയിട്ട് അതിലേക്ക് നെയ്യ് ഒഴിച്ചു കൊടുക്കുക. നെയ്യോ ബട്ടറോ ഒഴിച്ചു കൊടുക്കുക. അത് കുറച്ചധികം വേണ്ടി വരും. നന്നായിട്ട് ഗ്രീസ് ചെയ്ത് കൊടുക്കണം കേട്ടോ പാന്. പിന്നെ വളരെ ഒരു മീഡിയം ലോ ഫ്ലെയിമിൽ വെക്കണം കേട്ടോ. അതും പ്രത്യേകം ശ്രദ്ധിക്കുക. കാരണം ഇത് മുട്ടയും സേമിയയാണ്, അധികം വേവേണ്ടൊന്നും ആവശ്യമില്ല. എന്നിട്ട് ഈ ബാറ്റർ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് കുറച്ച് ഒരു സ്പൂൺ ഫുൾ ഓഫ് എന്ന് പറയാം, അത്ര എടുത്താൽ മതി ബാറ്റർ, ഒരുപാട് വേണ്ട. എന്നിട്ട് ഇങ്ങനെ ഒഴിച്ചിട്ട് ഒന്നിങ്ങനെ പരത്തി കൊടുക്കുക. ചെറിയൊരു വട്ടത്തിൽ ആക്കി കിട്ടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പരത്തി കൊടുക്കുക. നമ്മൾ ദോശമാവൊക്കെ ഒഴിച്ചു കൊടുക്കുന്ന പോലെ പെട്ടെന്ന് ചെയ്യണതൊക്കെ കേട്ടോ. കാരണം മുട്ടയാണ്, അപ്പോൾ പെട്ടെന്ന് കുക്കായിട്ട് വരും. എന്നിട്ട് ഇതിൻ്റെ ഒരു വശത്ത് നമ്മൾ കുറച്ച് മൊസറല്ല ചീസ് ഇട്ട് കൊടുക്കുക. ഇപ്പോൾ ഫ്ലെയിം
മീഡിയം ലോ ഫ്ലെയിം ആട്ടോ, ഹൈ ഫ്ലെയിമിലൊന്നും വെക്കരുത്. എന്നിട്ട് അപ്പം തന്നെ നമുക്കത് ഇങ്ങനെ ഒന്ന് ഫ്ലിപ്പ് ചെയ്ത് കൊടുക്കണം. നടുഭാഗം വെച്ചിട്ട് വേണം, നടുഭാഗത്ത് നമ്മുടെ സ്പാറ്റിൽ വെച്ചിട്ട് വേണം ഫ്ലിപ്പ് ചെയ്ത് കൊടുക്കാൻ. എന്നാലേ കറക്റ്റ് സെൻറ്ററിൽ കിട്ടുള്ളൂ കേട്ടോ, ഇങ്ങനെ മടങ്ങി കിട്ടുള്ളൂ. അല്ലെങ്കിൽ ചിലപ്പോൾ സൈഡിൽ മാത്രം ഒട്ടിപ്പിടിച്ചിരിക്കും. എന്നിട്ട് അപ്പം തന്നെ ഇത് തിരിച്ചും മറിച്ചും ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. ഇത് കുറേ നേരം കുക്ക് ചെയ്യേണ്ടൊന്നും ആവശ്യമില്ല, പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റുന്ന ഒരു സംഭവമാണ്. പെട്ടെന്ന് തിരിച്ചു മറിച്ചൊക്കെ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതിൻ്റെ രണ്ട് വശവും ഒന്ന് ചെറുതായിട്ടൊന്ന് കുക്കായിട്ട് വരണം. വല്ലാണ്ട് ഗോൾഡൻ ആക്കണ്ട, എന്നാലും ചെറുതായിട്ടൊന്ന് ഗോൾഡൻ കളറിലൊന്ന് ക്രിസ്പായിട്ട് കിട്ടണം. ഞാനതിന് സൈഡിൽ കുറച്ചുകൂടെ ബാറ്റർ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് റെഡിയാവുന്ന സമയം കൊണ്ട് അവിടെ വേറെ റെഡി ആയിക്കോളല്ലോ. അപ്പോൾ നമ്മളത് പെട്ടെന്ന് തന്നെ ഫ്ലിപ്പ് ചെയ്യാനും പ്രത്യേകം ശ്രദ്ധിക്കട്ടെ. ഞാൻ വീണ്ടും വീണ്ടും പറയാൻ കാരണം മുട്ടയാണ്, ഒരുപാട് നേരം കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇതാ നമ്മുടെ സ്വീറ്റ് അല്ലെങ്കിൽ നമ്മുടെ സ്നാക്ക് അല്ലെങ്കിൽ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആയിട്ടുണ്ട്. എന്താ പറയുക, ബ്രെഡ് ടോസ്റ്റിനേക്കാളും എത്രയോ ടേസ്റ്റാണ്. അതുപോലെ വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റും. കുറച്ച് വെറൈറ്റി ആയിട്ടുള്ളൊരു സ്വീറ്റായിട്ടും സെർവ് ചെയ്യാം, സ്നാക്കായിട്ടും സെർവ് ചെയ്യാം, ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും സെർവ് ചെയ്യാം. കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാവും, വലിയവർക്കും ഇഷ്ടമാവുന്നൊരു വിഭവമാണ്. അപ്പോൾ ഇനി കുനാഫയുടെ മാവില്ല, കുനാഫ ടേസ്റ്റ് വെക്കാൻ പറ്റുന്നില്ല എന്നൊക്കെ പറയുകയാണെങ്കിൽ കുനാഫയുടെ അത്രയും ടേസ്റ്റ് വരുന്നില്ലെങ്കിലും ഏകദേശം ആ ഒരു ടേസ്റ്റ് വരും. കണ്ടോ, ആ ചൂടോട് കൂടിയിട്ട് ഇങ്ങനെ വലിച്ചെടുക്കുമ്പോഴേ ആ ഒരു ചീസി ടെക്സ്ചർ വരുള്ളൂ കേട്ടോ. അപ്പോൾ മൊസറല്ല ചീസിൻ്റെ പിന്നെ മൊസറല്ല ചീസിൻ്റെ ആ ഒരു പുളി, ഉപ്പ് ഇതൊക്കെ വരുമോ എന്നുള്ള കുറേ പേർക്ക് ഡൗട്ട് ഉണ്ടാവും. അങ്ങനെയൊന്നും വരില്ല, കാരണം നമ്മൾ ഈ മാവിൽ ബാറ്ററിൽ നമ്മൾ അത്യാവശ്യം പഞ്ചസാര ചേർത്തിട്ടുണ്ട്, അതുകൊണ്ട് അതൊന്നും കുഴപ്പമില്ല. അപ്പോൾ ഈ ഒരു സ്വീറ്റ് എൻ്റേതായ രീതിയിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയതാണ്, പക്ഷേ ഭയങ്കരമായിട്ട് സക്സസ് ആയിപ്പോയി. അപ്പോൾ നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. തീർച്ചയായിട്ടും ചീസും അതുപോലെ സേമിയ, മുട്ട അതൊക്കെ വീട്ടിലുണ്ടെങ്കിൽ ഇപ്പം തന്നെ പോയിട്ട് ഉണ്ടാക്കി നോക്കൂ, സൂപ്പർ ടേസ്റ്റാണ്. പിന്നെ ഉച്ചത്തേക്കുള്ള ചോറ് അങ്ങനെ കാര്യമായിട്ടൊന്നും ഉണ്ടാക്കിയിട്ടില്ലായിരുന്നു. അപ്പോൾ വേഗം അത് കഴിച്ച് കഴിഞ്ഞിട്ട് എനിക്ക് ഈ പ്രഗ്നൻസി ടൈമിൽ TT അടിക്കാനുണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഹോസ്പിറ്റലിൽ പോകാനുണ്ടായിരുന്നു. 2 ആഴ്ച ഇപ്പോൾ ഡിലേ ആയിട്ടുണ്ട്. ഈ ഒരു പ്രശ്നമൊക്കെ ഒന്ന് ഒതുങ്ങിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഇരിക്കുകയായിരുന്നു. പക്ഷേ ഇനിയും ലേറ്റ് ആക്കണ്ടെന്ന് വിചാരിച്ചിട്ട് പോവുകയാണ്. നാട്ടിലെ പോലെ അങ്ങനെ പുറത്തിറങ്ങണ്ടെന്നൊന്നും ഇവിടെ പറഞ്ഞിട്ടില്ല. ഇങ്ങനെ കൂട്ടം കൂടി നിൽക്കരുത്, ഈ ഷോപ്പിംഗ് മാളിലൊക്കെ പോകുന്നത് കുറയ്ക്കുക, അങ്ങനത്തെ രീതിയിലൊക്കെ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ മക്കളെ കൂട്ടിയിട്ടല്ലാണ്ട് ഇപ്പോൾ നമുക്ക് പോകാനും വയ്യല്ലോ. ഹോസ്പിറ്റലിൽ പോകുന്നത് എനിക്കും വലിയ താല്പര്യമൊന്നുമില്ല, പക്ഷേ ഈ ഒരു അവസ്ഥയിൽ അത് നിർബന്ധമായിട്ടിരിക്കുകയാണല്ലോ. അപ്പോൾ അതുകൊണ്ട് പോകാണ്ടിരിക്കാനും വയ്യാത്തൊരവസ്ഥയായിപ്പോയി. നമ്മൾ ഇറങ്ങിയ സമയത്ത് പുറത്തൊന്നും ആരെയും കണ്ടിട്ടില്ലായിരുന്നു. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പം കുറേ വണ്ടികളൊക്കെ കണ്ടു. എന്തായാലും പുറത്തിങ്ങനെ നടക്കുന്നൊന്നുമില്ല ആളുകൾ, വണ്ടിയിൽ യാത്ര ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ ഹോസ്പിറ്റലിലേക്ക് എത്തുന്ന സമയം കുറച്ചുകൂടെ കഴിഞ്ഞിട്ടാണ്. പിന്നെ വണ്ടിയിൽ കുട്ടികളെ കൊണ്ട് ചെറുതായിട്ടൊന്ന് പുറത്ത് കറങ്ങുക, അതല്ലേ ഇപ്പം നമുക്ക് പറ്റുള്ളൂ. പുറത്തിറങ്ങാണ്ട് വണ്ടിയിൽ ഇങ്ങനെ കറങ്ങാമെന്നുള്ള രീതിയിലാണ് കുറച്ച് നേരത്തെ ഇറങ്ങിയത്. അപ്പോൾ പോകുന്ന വഴി ഇവിടെ ഒരു പാലസിൻ്റെ പുറത്തിങ്ങനെ മാനിനെ വളർത്തുന്നുണ്ട്. അപ്പോൾ അതൊന്ന് കണ്ടപ്പോൾ, മാനിനെ കണ്ടപ്പോൾ റോസൂനൊന്ന് ഇറങ്ങണം എന്ന് പറഞ്ഞു. കുറേ ദിവസമായാലും വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയിട്ട്. അപ്പോൾ അവിടെ മാത്രമേ ഇറങ്ങിയിട്ടുള്ളൂ. അവൾക്കും കൂടി ഒന്ന് ഇറങ്ങി ജസ്റ്റ് ഒന്ന് കണ്ടു, അത്ര തന്നെ. ശരിക്കും പറയുകയാണെങ്കിൽ മക്കളുടെ അവസ്ഥയാണ് ഭയങ്കര മോശമായിട്ടുള്ള അവസ്ഥ എന്ന് പറയുന്നത്. നാട്ടിലാണെങ്കിൽ പിന്നെ കുഴപ്പമില്ല, കുറേ പേരുണ്ടാവുമല്ലോ വീട്ടിൽ കളിക്കാനൊക്കെ. ഇവിടെ പിന്നെ ആരും ഇല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഭയങ്കര ബോറടിയാണ് രണ്ടുപേർക്കും. ഇവിടെ ഉമ്മൽക്കുവനിൽ അങ്ങനെ പ്രത്യേകിച്ച് കറങ്ങാനുള്ള സ്ഥലങ്ങളൊന്നുമില്ല. പിന്നെ ഇവിടെ ഒരു ക്യാമ്പിങ്ങിനായിട്ടുള്ളൊരു സ്പേസ് ഉണ്ട്. അപ്പോൾ അവിടേക്ക് ഒന്ന് ജസ്റ്റ് ഒന്ന് പോകാമെന്ന് വിചാരിച്ച് നോക്കിയപ്പോൾ അവിടെയും കുറേ വണ്ടികളൊക്കെ ഉണ്ട് ഓൾറെഡി. അപ്പോൾ ഇവിടെ നമ്മൾ പണ്ടൊക്കെ ഇവിടെ ഞണ്ടിനെ പിടിക്കാനൊക്കെ വരാറുണ്ടായിരുന്നു കേട്ടോ, കുറേ മുമ്പ്. അപ്പോൾ അവിടെ ആളുകൾ ഉണ്ടാവില്ല എന്ന് വിചാരിച്ചിട്ടാണ് വന്നത്. ജസ്റ്റ് ഒന്ന് ചെയറൊക്കെ ഇട്ടിട്ട് പുറത്തിരിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് വന്നത്. അപ്പോൾ നോക്കിയപ്പം കുറേ പേര് ഇതേപോലെ ക്യാമ്പിങ്ങിനായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ പിന്നെ നമ്മൾ അവിടെ നിന്നില്ല, ജസ്റ്റ് ഒന്ന് അപ്പോഴും വണ്ടിയിൽ തന്നെ ഇറങ്ങാണ്ട് വണ്ടിയിൽ കയറി അങ്ങനെ പോന്നു. അപ്പോഴേക്കും ഹോസ്പിറ്റലിലെത്താനുള്ള സമയമായിട്ടുണ്ടായിരുന്നു. പിന്നെ പോകുന്ന വഴി ഒരു ചീസ് റൊട്ടി വാങ്ങിക്കാണ്ടായിരുന്നു ഒരു ബേക്കറിയിൽ നിന്ന്. അപ്പോൾ അതും കൂടി അത് മുമ്പേ ഓർഡർ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം
അതൊന്ന് വാങ്ങിച്ചിട്ട് പിന്നെ നമ്മൾ ഹോസ്പിറ്റലിലേക്ക് പോയി. അപ്പോൾ അതുപോലെ എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കുമ്പോൾ നമ്മൾ ഹാൻഡ് സാനിറ്റൈസർ യൂസ് ചെയ്യുന്നത് നല്ലതാണ് ഈ ഒരു അവസ്ഥയിൽ. അപ്പോൾ എല്ലാവരും ഒന്ന് കൈയൊന്ന് ക്ലീനാക്കി. ഞാനിതുപോലെ പുറത്ത് പോവുകയാണെങ്കിൽ നമുക്ക് അത്യാവശ്യ ഘട്ടത്തിൽ പോകേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ സാനിറ്റൈസറും അതുപോലെ കുറേ ടിഷ്യൂ പേപ്പറൊക്കെ കരുതാറുണ്ട് ഇപ്പോഴത്തെ ഈ ഒരു അവസ്ഥയിൽ കേട്ടോ. പിന്നെ ഹോസ്പിറ്റലിൽ പോയത് ഞാൻ എടുത്തിട്ടില്ല കേട്ടോ, കാരണം അവിടെ നിന്ന് ഇപ്പോൾ വീഡിയോ ഈ ഒരു അവസ്ഥയിൽ എടുക്കുന്നത് ശരിയല്ലല്ലോ. അത് കഴിഞ്ഞ് നമ്മൾ വീട്ടിലെത്തിയപ്പോൾ പിന്നെ രാത്രിത്തെ ഡിന്നറിനുള്ള സമയമായി. അപ്പോൾ ഇന്ന് ഭയങ്കര മടിയുള്ളൊരു ദിവസമാണ്, പൊതുവേ മടിയാണ് ഇപ്പോഴത്തെ ഈ ഒരു അവസ്ഥയിൽ. അപ്പോൾ ഞാൻ ചോറുണ്ടാക്കാനാണ് പ്ലാൻ ചെയ്യുന്നത്. അപ്പം ചോറിലേക്ക് തക്കാളി കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ഏറ്റവും സിംപ്ലസ്റ്റ് ആയിട്ടുള്ള രീതിയിലുള്ള ചോറ് കഴിക്കുക എന്ന് പറയുന്നത് തക്കാളി കറിയും മുട്ട പൊരിച്ചതുമാണ്. അപ്പോൾ അതാണ് ഉണ്ടാക്കുന്നത്. തക്കാളി കറി പിന്നെ എല്ലാവർക്കും അറിയാലോ ഉണ്ടാക്കാൻ, ഞാൻ പ്രത്യേകിച്ച് പറയുന്നില്ല, എന്നാലും ചെറുതായിട്ട് പറയാം. ഞാൻ ഉണ്ടാക്കുന്ന രീതിയിൽ വെളിച്ചെണ്ണ ഒഴിക്കുക, കടുക് പൊട്ടിക്കുക, കറിവേപ്പിലിടുക, എന്നിട്ട് അതിലേക്ക് 4 തക്കാളി, നല്ല റെഡ് തക്കാളി എടുക്കണമെങ്കിൽ നല്ല കളറുണ്ടാവും. 4 തക്കാളി കനം കുറച്ച് അരിഞ്ഞതും, മഞ്ഞൾപ്പൊടി, ഉപ്പ്, മുളക് പൊടി ഇതെല്ലാം കൂടി ഇട്ടിട്ട് മിക്സ് ചെയ്യുക, നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അപ്പോൾ നമ്മൾ വെള്ളം ഒഴിക്കരുത്, ഇപ്പോൾ തന്നെ വെള്ളം ഒഴിക്കരുത്. ഇതൊന്ന് അടച്ച് വെച്ചിട്ട് നന്നായിട്ട് ഈ തക്കാളിയൊക്കെ ഒന്ന് ഉടഞ്ഞ് കിട്ടണം, എന്നിട്ട് വേണം വെള്ളം ഒഴിക്കാൻ. അപ്പോഴേക്കും ഞാൻ ഓംലെറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഉള്ളി അരിഞ്ഞെടുക്കുക കേട്ടോ. അപ്പോൾ ഉള്ളി റെഡി ആയിട്ടുണ്ട്. ഇനി അതിലേക്ക് ഒരു 5 മുട്ട പൊട്ടിച്ചൊഴിക്കുകയാണ്. ഇവിടെ മുട്ട പൊതുവെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ പിന്നെ എല്ലാവർക്കും ഓരോ മുട്ട വീതം ആണ് എടുക്കുന്നത്. ഒരെണ്ണം എക്സ്ട്രാ എടുത്തിട്ടുണ്ട്. ഉപ്പ് ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഓംലെറ്റൊക്കെ എല്ലാവർക്കും ഉണ്ടാക്കാൻ അറിയുന്നുണ്ടാവും എന്ന് വിചാരിക്കുന്നു. നന്നായിട്ട് മിക്സ് ചെയ്യുക. കുറച്ച് വെള്ളം കൂടി ഇതിലേക്ക് ഒഴിക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ, ഇത് ഓംലെറ്റിൻ്റെ മിക്സ്ചറിലേക്ക് കേട്ടോ. അപ്പോൾ അതാ നമ്മുടെ തക്കാളി കറിയിലേക്കുള്ള തക്കാളി നന്നായിട്ട് ഉടഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഈ ഒരു പരുവത്തിലായ ശേഷം മാത്രമാണ് നമ്മളിതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ കഞ്ഞിവെള്ളം ഉണ്ടെങ്കിൽ കഞ്ഞിവെള്ളം ഒഴിച്ചു കൊടുക്കുക. നല്ല ചൂടുള്ള കഞ്ഞിവെള്ളം ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ നല്ല തിക്കായിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ കഞ്ഞിവെള്ളം ഇപ്പോൾ ഇവിടെ ഇല്ല, പിന്നെ ഇവിടുത്തെ ചോറിൻ്റെ അരി കൊണ്ട് ഞാൻ അങ്ങനെ കഞ്ഞിവെള്ളം എടുക്കാറില്ല. അപ്പോൾ സാധാ വെള്ളമാണ് ഒഴിച്ചിട്ടുള്ളത്. ഒരുപാട് വെള്ളം ഒഴിക്കേണ്ട, കുറച്ച് തിക്കായിട്ട് വേണം. അപ്പോൾ നമ്മുടെ തക്കാളിക്കറി റെഡി ആയിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക കേട്ടോ. പിന്നെ തക്കാളിക്കറി മുകളിൽ ഇങ്ങനെ എണ്ണ തെളിയുന്ന വരെ കുക്ക് ചെയ്യണം കേട്ടോ. അപ്പോൾ അങ്ങനെ മുകളിൽ എണ്ണ തെളിഞ്ഞപ്പോൾ ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഞാൻ നമ്മുടെ സ്റ്റീലിൻ്റെ പാൻ ഉണ്ടല്ലോ, ന്യൂട്രിയോൺ ബ്രാൻഡിൻ്റെ സ്റ്റീലിൻ്റെ പാനാണത്. കഴിഞ്ഞ വീഡിയോയിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു പലരും. അപ്പോൾ ഞാൻ മുമ്പ് ഇതിൻ്റെ വീഡിയോ റിവ്യൂ ചെയ്തിട്ടുണ്ടായിരുന്നു. ഓംലെറ്റ് ഉണ്ടാക്കുകയാണ്. ഇതിൽ ഓംലെറ്റ് ഉണ്ടാക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇതിൽ തന്നെ ഉണ്ടാക്കിയിട്ട് കാണിക്കുന്നത്. എനിക്കിഷ്ടമാണ് ചോറും തക്കാളിക്കറിയും മുട്ട പൊരിച്ചതൊക്കെ കേട്ടോ. പക്ഷേ ഇവിടെ ഇക്കാക്കും റീനും ഒട്ടും ഇഷ്ടമല്ല തക്കാളിക്കറി കൂട്ടിയിട്ട് ചോറ് കഴിക്കുന്നതൊന്നും. അവർക്ക് തേങ്ങ അരച്ച കറിയൊക്കെയാണ് ഇഷ്ടം കൂടുതലായിട്ടും. അപ്പോൾ ഞാനതിൻ്റെ കൂടെ കുറച്ച് ഉണക്കമീനും കൂടി ഒന്ന് ഫ്രൈ ചെയ്യുന്നുണ്ട്. ഉണക്ക സ്രാവാണിത്. എന്താ പറയുക, അതും പ്രത്യേക ഒരു കോമ്പിനേഷനാണ്. ചോറും തക്കാളിക്കറിയും ഉണക്കസ്രാവും ഫ്രൈ ആക്കിയതും മുട്ട പൊരിച്ചതും. അത് കഴിച്ചവർക്ക് അതിൻ്റെ ടേസ്റ്റ് നന്നായിട്ട് അറിയും. അപ്പോൾ ചോറ് നല്ല റെഡ് കളറുള്ള തക്കാളിക്കറി. റെഡ് കളർ വന്നിട്ടുള്ളത് നമ്മുടെ തക്കാളിയുടെ റെഡ് കളർ കൊണ്ടാട്ടോ. പിന്നെ കാശ്മീരി മുളക് പൊടിയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. പിന്നെ നാരങ്ങ അച്ചാർ, നാരങ്ങ ഉപ്പിലിട്ടതാട്ടോ, അച്ചാറല്ല. പിന്നെ ഓംലെറ്റും നമ്മുടെ ഉണക്കസ്രാവും. അടിപൊളി കോമ്പിനേഷനാണ്. മക്കൾ രണ്ടുപേരും ഉണക്കമീനൊന്നും കഴിക്കില്ല കേട്ടോ. അപ്പോൾ ചോറ് ഞാൻ റോസിന് വാരി കൊടുക്കുന്ന സമയത്ത് ഞാനും റോസും കൂടി ഒരുമിച്ചാണ് ചോറ് കഴിക്കില്ല. അല്ലെങ്കിൽ ചിലപ്പോൾ അവൾ മൊത്തത്തിൽ കഴിക്കില്ല. തക്കാളിക്കറിയൊക്കെ ആകുമ്പോൾ പിന്നെ തീരെയും കഴിക്കുന്നുണ്ടാവില്ല. വാരി കൊടുത്താലേ കഴിക്കുന്നുണ്ടാവുള്ളൂ.
അപ്പോൾ ഇന്നത്തെ ഈ ഒരു വ്ളോഗ് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇഷ്ടമായാലും ഇല്ലെങ്കിലും നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് ഇതിന് താഴെ കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കുക. അതുപോലെ നമ്മുടെ ഇന്നത്തെ ഈ ഒരു സ്വീറ്റ് ഉണ്ടല്ലോ, അതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാവും, ഷുവറാണ്. പിന്നെ എപ്പോഴും പറയുന്ന പോലെ നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ വേറെ നല്ലൊരു അടിപൊളി വീഡിയോയുമായിട്ട് വരുന്നവരേക്കും ബൈ. താങ്ക് യു.